സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തലവനായ റിട്ടയർഡായ ടി അനികുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു 10 വർഷമായിട്ട് സുമേഷുമായിട്ട് വളരെ അടുത്ത ഒരു സൗഹൃദവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായിട്ട് സഹകരിക്കുവാനും സാധിച്ചിട്ടുണ്ട്. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ അരൂപനീശ്വരൻ അദൃശ്യനാകുന്നതിൽ എന്തത്ഭുതമെന്ന് ചോദിച്ച ആ വാക്യമാണ്. ഗാലറി ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഈ കൂട്ടായ്മയ്ക്ക്, സൗഹൃദ കൂട്ടായ്മയിൽ തുടങ്ങിയ ഒരു ചാരിറ്റി സംഘടനയായി മാറിയ ഈ സംഘടനയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് ചന്ദനമരത്തൈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തിരഞ്ഞെടുത്ത വ്യക്തിത്വങ്ങൾക്ക് ചന്ദനമരത്തൈ നൽകി ആദരിക്കുന്നതിനെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അഗസ്ത്യവനത്തിൻ്റെ CF ശ്യാം മോഹൻലാൽ IFS സാറിനെയാണ്. സാറിന്ന് CCF ബന്ധപ്പെടുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുള്ളതിനാൽ കഴിവിൻ്റെ പരമാവധി എത്താൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാൽ നമുക്കിനി കൂടുതൽ കാത്തിരിക്കാൻ നിർവാഹമില്ല. ആ കടമ നിർവഹിക്കാനായി സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തലവനായ റിട്ടയർഡായ ടി അനികുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഏറെ ആദരണീയരായ വ്യക്തിത്വങ്ങൾ, പ്രിയമുള്ള നാട്ടുകാരെ, കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് സുമേഷുമായിട്ട് വളരെ അടുത്ത ഒരു സൗഹൃദവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമായിട്ട് സഹകരിക്കുവാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രോഗ്രാം വളരെ പ്രൗഢഗംഭീരമായി ഹിസ് ഹൈനസ് ആദിത്യവർമ്മ തമ്പുരാൻ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഇനിയും കുറച്ച് പേരുകൂടി സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് വിശദമായിട്ടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ഞാനും ഇതിനകത്തൊരു ഭാഗവാക്കാണ്. ഒരു യൂട്യൂബ് ചാനലായിട്ട് തുടങ്ങിയ ശേഷം അതൊരു ചാരിറ്റി ഓർഗനൈസേഷനായിട്ട് രജിസ്റ്റർ ചെയ്തു. വളരെ വലിയ വിഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തി വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വിളക്ക് കൊളുത്തി ഈശ്വര സാന്നിധ്യം വിളിച്ചു വരുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് മഹാകവി ഉള്ളൂർ പറഞ്ഞതുപോലെ അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ അരൂപനീശ്വരൻ അദൃശ്യനാകുന്നതിൽ എന്തത്ഭുതമെന്ന് ചോദിച്ച ആ വാക്യമാണ്. നമ്മുടെ ചുറ്റും കാണുന്ന സങ്കടത്തിലകപ്പെടുന്നവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ, ഒരു കൈ കൊടുക്കുവാനുള്ള ഒരു മനസ്സ് അതുള്ളിടത്ത് ഈശ്വരനുണ്ടാകും. തീർച്ചയായിട്ടും ഗാലറി ഓഫ് നേച്ചർ എന്ന് പറയുന്ന ഈ കൂട്ടായ്മയ്ക്ക്, സൗഹൃദ കൂട്ടായ്മയിൽ തുടങ്ങിയ ഒരു ചാരിറ്റി സംഘടനയായി മാറിയ ഈ സംഘടനയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് വിളിച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ പ്രിയങ്കരിയായ ധനുജ മാഡത്തിന് ഈ വേദിയിൽ വെച്ച് ഗാലറി ഓഫ് നേച്ചറിൻ്റെ ആദ്യ പുരസ്കാരം സമ്മാനിക്കുന്നതിന് സാക്ഷിയാകുവാൻ കൂടി സാധിച്ചു എന്നുള്ളതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ആദ്യമായി പാലിയേറ്റീവ് കെയർ നേഴ്സ് ജാസ്മിൻ റോസിനെ ക്ഷണിക്കുന്നു. ജാസ്മിൻ റോസ്. കുറ്റിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ കിടപ്പു രോഗികൾക്ക് യഥാസമയം മരുന്നും മെഡിക്കൽ സഹായവും എത്തിക്കുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്ന പഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ നേഴ്സ്, ആതുര സേവന രംഗത്തെ മാതൃക ശ്രീമതി ജാസ്മിൻ റോസിന് ഞങ്ങളുടെ സ്നേഹാദരവ്. രണ്ടാമത് H നന്ദകുമാർ, കാട്ടാക്കട, CTV എന്ന പ്രാദേശിക ചാനലിലൂടെ മാധ്യമരംഗത്തെത്തി കഴിഞ്ഞ 25 വർഷത്തിലധികമായി മാധ്യമ മേഖലയിൽ തുടർന്ന് നിലവിൽ മാതൃഭൂമിയിലും 24 ചാനലിൻ്റെയും കാട്ടാക്കട മേഖലയിലെ പ്രാദേശിക ലേഖകനായി പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ആകാശവാണി നിലയത്തിലെ വാർത്താ അവതാരകൻ കൂടിയായ H നന്ദകുമാറിനെ സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കിന്റെ ഡെപ്യൂട്ടി വാർഡൻ അനീഷ് സാർ. ഗാലറി ഓഫ് നേച്ചറിന്റെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക്
വനം വകുപ്പിന്റെ നിസ്സീമമായ സഹകരണം, കിടപ്പ് രോഗികൾക്കായി 5 കിറ്റ് നൽകി വനം വകുപ്പിന്റെ സാന്നിധ്യം ഉറപ്പിച്ച അഗസ്ത്യാവനം ബയോളജി പാർക്ക് റേഞ്ചിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ അനീഷിന് ഞങ്ങളുടെ സ്നേഹാദരം. അടുത്തത് VS ജയകുമാർ, കോട്ടൂർ ഗീതാഞ്ജലിയുടെ സെക്രട്ടറി. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ സാമൂഹ്യവും സാംസ്കാരികവുമായ പ്രവർത്തനങ്ങളിലൂടെ മികവ് തെളിയിച്ച് കോട്ടൂർ ഗീതാഞ്ജലി ഗ്രന്ഥശാലയുടെ ഡയറക്ടർ സ്ഥാനത്ത് നിന്നുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടി നിരവധി സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഒരു ഗ്രാമത്തെ പ്രവർത്തനോന്മുഖമാക്കുന്ന ശ്രീ VS ജയകുമാറിനെ ആദരവ് സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് അഗസ്ത്യവനം ഡെപ്യൂട്ടി റേഞ്ചർ ഷിജു SV നായർ അവരെ ക്ഷണിച്ചോളൂ. ഔദ്യോഗിക കൃത്യ നിർവഹണത്തിനൊപ്പം ജോലി ചെയ്യുന്ന മേഖലയുടെ വികസനത്തിന് വേണ്ടി കൂടി പ്രവർത്തിക്കുന്ന അഗസ്ത്യാവനം ബയോളജിക്കൽ പാർക്കിലെ റേഞ്ചിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷിജു PS നായർക്ക് സംഘടനയുടെ സ്നേഹാദരവ്. അടുത്തതായി പ്രിയ ഷാ, എഴുത്തുകാരി, കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം. മധുരം തെളിയ, മഞ്ഞു പുതപ്പുകൾ എന്നീ കഥാ സമാഹാരങ്ങളും മാമ്പൂക്കാലം എന്ന നോവലും മലയാള വായനാ ലോകത്തിന് സമ്മാനിച്ച നിരവധി പുരസ്കാരങ്ങൾക്ക് ലഭിച്ച മലയൻകീഴിന്റെ സ്വന്തം എഴുത്തുകാരിയും ഞങ്ങളുടെ സംഘടനയുടെ ഖജാൻജിയുമായ പ്രിയ ശ്യാമിനെ ആദരവ് സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ഹാർദവവും സ്വാഗതം ചെയ്യുന്നു.